കായെല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. മഞ്ഞ നിറം കണ്ടോ? ആദ്യമേ തൊലി പൊളിച്ചപ്പോഴുള്ള കളറല്ലല്ലോ, നല്ല കളറല്ലേ. എണ്ണ ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. അരിഞ്ഞെടുക്കുകയാണ്. അടുത്ത കായും കൂടെ അരിഞ്ഞിടാം. ഇപ്പോൾ 2 കായാണ് ശർക്കര വരട്ടിക്കെടുക്കുന്നത്. എല്ലാം വീണിട്ടുണ്ട്. ഇത് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഉപ്പ് വെള്ളം തളിച്ചു കൊടുക്കണം. ശർക്കര വരട്ടി മധുരമാണെങ്കിലും ഉപ്പിട്ടാൽ മധുരം കുറച്ച് കൂടുതൽ കാണിക്കും. അപ്പോൾ ഇത് മുറിച്ചിരിക്കുന്നത് ഈ കട്ടിയിലാണ് കേട്ടോ. ചൂടുണ്ട്, വേറെ പെട്ടെന്ന് കാണിക്കാണ്. അത് ഒരു ലോ മീഡിയം ആ തീയിലാണ് കിടന്ന് വെന്ത് മുരിയേണ്ടത്. അപ്പോൾ അത്രയും കട്ടിയുള്ളത് കാരണം അതിനകത്തെ ജലാംശം മുഴുവനും പുറത്ത് വന്ന് ആവിയാക്കി കളഞ്ഞ് വേണം അത് ക്രിസ്പി ആകാനായിട്ട്. ക്രിസ്പി ആയിട്ട് വേണം നമുക്ക് ശർക്കര വരട്ടി ഉണ്ടാക്കാൻ. ഇല്ലെങ്കിൽ ആയിട്ട് പോകും, കറുമുറിന് പകരം. ചിലർക്ക് അതാണ് കേട്ടോ ഇഷ്ടം, കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കണേ. അപ്പം മുരിയിടാ മുരി ഇത് ചൂടായിട്ടുണ്ട്. നമ്മൾ ഉപ്പ് വെള്ളം, ഇത്രയും വെള്ളത്തിൽ ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഇടാനായിട്ട്. ഒരുപാട് ഉപ്പും ആകരുത്. അപ്പോൾ ഞാൻ ഒരു 2.5 ടീസ്പൂണാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഇന്നും പുറത്ത് ഡെക്കിൽ നിന്നിട്ടാണ് ചെയ്യുന്നത്. ഇന്ന് അധികം ചൂടില്ല. ഇന്ന് 11:45. അധികം ചൂടില്ലെന്ന് പറയാൻ ഒക്കില്ല. ഇവിടെ 27 ഡിഗ്രി ഉണ്ട്. തിങ്കളാഴ്ചത്തെ 36 ഡിഗ്രി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് 27 എന്ന് പറയുമ്പോഴത്തേക്കും എന്താ ഫ്രിഡ്ജിലെ വെതർ പോലെ തോന്നും അല്ലേ. ഇനി അത് പതുക്കെ വേകണം. ഇത് ഇത്രയും കട്ടിയുള്ള ഏത്തക്ക കറക്റ്റ് ഞാൻ വെച്ചിരിക്കുന്ന ടെമ്പറേച്ചറിൽ വെക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 20-25 മിനിറ്റ്സ് എടുക്കും ഇത് മുരിഞ്ഞ് വരാനായിട്ട്. ചാടി കുളത്തിൽ തവളയാടുന്ന പോലെ. ഇല്ല, അരുവില്ല, തവളയില്ല, ഉണ്ടോ? ഇല്ല. നമ്മൾ പതുക്കെ പറക്കട്ടെ, പതുക്കെ വേകട്ടെ, പതുക്കെ മുരിയട്ടെ എന്നും പറഞ്ഞിട്ട് ഇട്ടേച്ച് വല്ലയിടത്തും പോയിട്ട് ഇരിക്കരുത്. ഇരുന്നാൽ നല്ല സുഖം തോന്നും. മറ്റുള്ളപ്പോൾ ഉറങ്ങാൻ തോന്നും. ഉറങ്ങിയിട്ട് വരുമ്പോൾ ഇത് കരിയായിട്ടിരിക്കും. അത് വേണ്ട. എപ്പോഴും ഒരു കണ്ണ് വേണം. അയ്യോ ഭയങ്കര കാറ്റ് കേട്ടോ, എന്റെ സ്റ്റൗവ് കെട്ടുപോയി. ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഇലയൊന്നും അധികം അങ്ങനെയല്ല. പക്ഷെ ആരോ ഇപ്പുറത്ത് നിന്നിട്ട് ഊതിയ പോലെ ഉണ്ടാവും. ബൂം എന്നും പറഞ്ഞിട്ട് സ്റ്റൗവ് പോയി. ഈ സാധനമൊക്കെ വെച്ചിട്ടുണ്ട്, എന്നാലും കാറ്റ് പിടിച്ചു. പുറത്ത് നിന്ന് കുക്ക് ചെയ്യുമ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഗ്യാസ് സ്റ്റവ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ. വിറകൊക്കെ ആണെങ്കിൽ നമുക്ക് മിക്കവാറും അധികം കേടുവില്ല. കാറ്റ് വരുമ്പോഴത്തേക്ക് ഒന്നുകൂടെ 4 കത്തുവാണ് ചെയ്യുന്നത്. ഇവിടെ എന്തായാലും അങ്ങനെ പൊങ്ങുന്നേ, താഴെ ആരും ഇല്ലല്ലോ. എന്തിനോ നമ്മളോട് ദേഷ്യപ്പെടുവാണോ എന്നൊരു സംശയം ഇല്ലാതില്ല കേട്ടോ. കാറ്റേ നീ വീശരുതെപ്പോൾ എന്നുള്ളൊരു പാട്ടുണ്ട്. അത് ഞാൻ പാടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പാടിക്കൊണ്ടിട്ട് ചെയ്താൽ ഉള്ള വ്യൂസ് കൂടെ പോകും. അതെനിക്ക് നന്നായിട്ട് അറിയാം. ഞാനൊരു ലേശം ചൂട് കൂട്ടി വെച്ചു. കാറ്റൊക്കെ ഉള്ളത് കാരണം ചൂട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണോ എന്നൊരു സംശയമുണ്ട്. എന്നുവെച്ചാൽ ഇതിൻ്റെ തള, ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ തള കുറച്ച് കുറഞ്ഞു. അപ്പോൾ കൂട്ടി വെച്ചപ്പോഴത്തേക്കും ചൂടെ സന്തോഷത്തിൽ യെസ് പറയുന്നുണ്ട്. അതിപ്പോൾ എൻ്റെ ഇൻ്റർപ്രിട്ടേഷനാണ് കേട്ടോ. യെസ് പറയുകയാണോ അതോ എന്നെ ചീത്ത പറയുകയാണോ എന്ന് എനിക്ക് യാതൊരു നിശ്ചയമില്ല. പക്ഷേ നമ്മുടെ ഒരു സന്തോഷത്തിന് അത് നമ്മളെ പുകഴ്ത്തി പറയുകയാണ് അല്ലെങ്കിൽ നന്ദി പറയുകയാണ് എന്ന് വിശ്വസിക്കാം. മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാമെങ്കിൽ അറിയാം. ആദ്യമേ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും സൗണ്ടൊന്നും വരില്ലായിരുന്നു. ഇപ്പോൾ ഒരു സൗണ്ടുണ്ട്, പക്ഷെ അത് അകത്ത് ചെറുപതാ എന്നുള്ള സൗണ്ടാണ് വരുന്നത്. പുറം മുരിഞ്ഞു തുടങ്ങി. അത് മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് അകത്തും കൂടെയുള്ള വെള്ളം ഇപ്പം ഒരുപാട് പോന്നിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ ചൂടാണ്, സൂക്ഷിക്കണം. എന്താ എന്നാലും സോഫ്റ്റാണ്. വേണ്ട ഐ വളഞ്ഞു വരും. അങ്ങനെ വളഞ്ഞു വരാൻ പാടില്ല. നല്ല തൊലിക്കട്ടിയാണ്. സൗണ്ട് മാറി വരുന്നുണ്ട്. ഇപ്പോഴും വളയുന്നുണ്ട്. പക്ഷെ വള
കുറവാണ്. സമയമെടുക്കും. എൻ്റെ നിറം മാറി വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ആയി എന്നർത്ഥം. ഒരു ലേശം കൂടി ഇരുന്നാൽ മതി. ഇപ്പോൾ ഉച്ച കേട്ടോ, നേരത്തെ അതിനേക്കാളും. ഇതിപ്പോൾ പുറത്ത് വെച്ച് ചെയ്തത് കൊണ്ട് എൻ്റെ 25 മിനിറ്റിലും കൂടുതൽ സമയമായോ എന്നൊരു സംശയമുണ്ട്. ഞാൻ വീഡിയോ ഫുള്ള് നോക്കിയിട്ട് പറയാം എത്രയായിരുന്നു എന്ന് വെച്ചാൽ. ഒരു വീഡിയോ ക്യാമറ, അതായത് ഫോൺ കംപ്ലീറ്റ് ഓൺ ആയിരുന്നു. അപ്പോൾ എനിക്കറിയാം ടൈം എത്രയായിരുന്നു. അപ്പോൾ ഇതായിട്ടുണ്ട്. ഞാൻ എടുത്ത് മാറ്റുകയാണ്. കളർ മാറി കണ്ടോ, നല്ലോണം മൂത്തിട്ടുണ്ട്. നല്ല സൗണ്ട് ഉണ്ട്. ടക 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 ടക. ഇനി ഇതിനകത്തുനിന്ന് സപ്തസ്വരങ്ങൾ വരുത്താൻ ഒക്കുമെന്നൊരു സംശയമുണ്ട്. ഓക്കെ, എടുക്കുകയാണ്. കോരുക, എണ്ണ കുലുക്കിക്കളയുക, ഇതിലേക്ക് ഇടുക. എണ്ണ കുലുക്കിക്കളയുക, ഇതിലേക്ക് ഇടുക. വീണ്ടും എണ്ണ കുലുക്കിക്കളയുക, ഇതിലേക്ക് ഇടുക. പുറത്തു പോയില്ല. ഇതാണ് ശർക്കര വരട്ടിക്കുള്ളത്. ഇനി അതിൻ്റെ പ്രിപ്പറേഷൻ വേറെ കിടക്കണം കേട്ടോ. ഇതൊന്ന് ആറണം. ശർക്കര വരട്ടി ഉണ്ടാക്കാൻ പോവുകയാണ്. ഉരുളിയിൽ ഒരു 2 ടീസ്പൂൺ നെയ്യ്, ഉപ്പില്ലാത്ത നെയ്യ് കേട്ടോ, ഒന്ന് ഉരുക്കിയെടുക്കുക. ഉരുകി വരുമ്പോൾ ശർക്കര, ഇത് 1 കപ്പുണ്ട്. നമ്മൾ 2 കായാണ് എടുത്തിരിക്കുന്നത്. ഒരു 1/4 കപ്പ് ശർക്കര. അതൊന്ന് ഉരുകണം. പക്ഷേ ആ നെയ്യ് മാത്രം പോരാ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ലേശം ഒഴിച്ചു. ഒരുപാടാകരുത്. ഇതിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ചിരിക്കും നമ്മുടെ ശർക്കര വരട്ടിയുടെ ഗുണം. അപ്പം ഇത് ഒരുപാട് ലൂസാകാൻ പാടില്ല. അത്രയും, അതായത് ഇത്രയും കായ അതിൽ പിടിക്കാനുള്ളതാണ് വേണ്ടത്. ലേശം കൂടെ. പിന്നെ ഇത് തിളച്ച് കാരമലൈസ് ആവരുത്. കാരമലൈസ് ആയാൽ നമ്മുടെ ശർക്കര വരട്ടി കടിച്ചാൽ പൊട്ടൂല. ആരെങ്കിലും എറിഞ്ഞ് കൊള്ളുകയാണെങ്കിൽ അയാൾ വീഴും. അതുപോലെ കട്ടിയാകും. അപ്പോൾ ഇത് ശർക്കരയുടെ ഗുണവും കായം തോറുണ്ട് എന്നനുസരിച്ച് വേണം നോക്കണം നമ്മൾ. ഇത് മിക്സ് ആകുമെന്ന്. മിക്സ് ആകൂല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ 1 കപ്പ് ശർക്കര അതുപോലെ കട്ടിയാകും. പിന്നെ ഈ ശർക്കര മുഴുവനും കായൽ പിടിക്കൂല, അതതിൻ്റെ പൊടിയായിട്ട് മാറും. കുറേ തിളച്ച് വരുന്നുണ്ട്. കാരമലൈസ് ആകുന്നതിന് മുമ്പ് നല്ലോണം തിളച്ചു. അന്നേരത്തേക്ക് നമ്മൾ നമ്മുടെ കായ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. കണ്ടോ, കറക്റ്റ് മിക്സ് ആവാനുള്ള വെള്ളവും ശർക്കരയുള്ളൂ. ചൂടുണ്ട് കേട്ടോ, സൂക്ഷിക്കണേ. നമ്മൾ ഹൈ ഹീറ്റിലിട്ടിട്ടാണ് ഒന്ന് ചൂടാക്കിയത്. ഇനി തീ കുറച്ച് വയ്ക്കാം. അപ്പോൾ ഇതെല്ലാം അതുമേലെ പെരണ്ടിട്ടുണ്ട്. കായ്മേലെ എല്ലാത്തുമേലും പെരണ്ടിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ പൊടി, മസാലപ്പൊടി ഇടുന്നത്. 4 ടീസ്പൂൺ ഉണ്ട്. അതിട്ട് മിക്സ് ചെയ്യും. ഇപ്പം എല്ലാം കൂടെ ഒട്ടിപ്പിടിക്കുന്നുണ്ടോ? അത് വിടിവയ്ക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിലേക്ക് പഞ്ചസാര, വൈറ്റ് ഷുഗർ തൂവി കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്യാം. ഇനി തീ കംപ്ലീറ്റ് ഓഫ് ചെയ്യാം.
ശർക്കര വരട്ടി റെഡി. ഇനി ഒന്ന് ആറി കഴിയുമ്പോഴത്തേക്കും നല്ല സൂപ്പർ 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 ആയിട്ട് കിട്ടും. കണ്ടോ, എല്ലാം നല്ല കറക്റ്റ് ആയിരുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ കുട്ടികളെ, ശർക്കര വരട്ടി. പഞ്ചസാര ഇട്ടപ്പോഴത്തേക്ക് എല്ലാവരും വിട്ടു പോകുന്നുണ്ടോ? നല്ല പഞ്ചസാര കൊടുക്കുമ്പോഴത്തേക്ക് എല്ലാ കുട്ടികളും കൂടി ഇങ്ങനെ കൂടി നിൽക്കേണ്ടതല്ലേ, ഇതെല്ലാവരും വിട്ടു പോകും. ഇനി ഇത് ഒന്ന് ആറാൻ വെക്കണം. ആറിക്കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ശർക്കര വരട്ടി റെഡി. അപ്പൊ ഇനി ഞാൻ ഒരു ചായ ഉണ്ടാക്കിയിട്ട് ടേസ്റ്റിങ് കാണിച്ചു തരാം കേട്ടോ. അയ്യോ, വെക്കാൻ പറ്റുന്നില്ല. ചായ ഇപ്പൊ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ കാണിച്ചു തരായിരുന്നു. പക്ഷെ ഇതൊന്നും ആറണമല്ലോ, ആ സമയത്ത് ഞാൻ ചായ ഉണ്ടാക്കാം. അപ്പോൾ റെഡി. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ, തിന്നാനല്ല കേട്ടോ, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ഒരു ലൈക്ക് അടിക്കുക, കമന്റ് ഒരുപാട് ഇടുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, അവരും ഉണ്ടാക്കി നോക്കട്ടെ. പിന്നെ എന്താണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് ഇത് കാണുന്നതെങ്കിൽ, അതായത് കള്ളത്തരത്തിലാണ് കാണുന്നതെങ്കിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ഹാപ്പി കുക്കിംഗ്. If you like the video, please subscribe if you haven't done so. Like the video and then send it to all your loved ones so that they can love you back. നമ്മൾ ശർക്കര വരട്ടി ഉണ്ടാക്കി കഴിഞ്ഞു. ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്നൊരു സംശയം. ഇത് കഴിഞ്ഞിട്ട് ടേസ്റ്റിങ് കാണിച്ചു തരാമെന്ന്. ടേസ്റ്റിങ്ങിന് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിരിക്കുന്ന പോലെ ചൂട് സമയത്ത് ചൂട് ചായയും സ്നാക്കും അല്ലേ. ഇതാ നമ്മുടെ ശർക്കര വരട്ടി ഒരുമാതിരി ചൂടുണ്ട്, ചെറിയ കാറ്റുണ്ട്, പക്ഷികൾ ചിലക്കുന്നുണ്ട്. അവർക്ക് വേണോ എന്തോ കൊടുക്കല. അപ്പം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഒറ്റ കേട്ട് കാണും. ക്രിസ്പി, സൂപ്പർ ടേസ്റ്റ്. മസാലപ്പൊടി ഉണ്ടല്ലോ, അതെന്താണെന്ന് നിങ്ങൾ ചിലപ്പം അന്താഴ്ച നിൽക്കുമായിരിക്കും. വേറൊന്നുമല്ല, ചുക്കും ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചാണ്. അതിൻ്റെ കൂട്ട് ഞാൻ ചക്ക വരട്ടിയതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. ആ സെയിം മെഷർമെൻ്റാണ് ഇതിനുപയോഗിക്കുന്നത്. നമ്മുടെ മലയാളികളല്ലേ, ഒറ്റ റെസിപ്പി എല്ലാത്തിനും ഉപയോഗിക്കാം. അപ്പം ഇത് ചക്ക വരട്ടിയതിന് ഉപയോഗിച്ചു, ചക്ക പായസത്തിന് ഉപയോഗിച്ചു, ഞാൻ പായസത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ എന്തായിരുന്നു, മത്തങ്ങ പായസം. ഇതിനെല്ലാത്തിനും ഒരേ പൊടി തന്നെ, വ്യത്യാസമില്ല. പിന്നെ ചിലർ പറയും പായസത്തിന് ചുക്കെടുത്തില്ല, ജസ്റ്റ് ഏലക്ക മാത്രമേ ഇടുകയുള്ളൂ. അവർ പറഞ്ഞോട്ടെ, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ആ ചുക്കും ജീരകവും ഏലക്ക, ആ റൈറ്റ് കോമ്പിനേഷനിലുള്ള പൊടി ഇട്ടാലുണ്ടല്ലോ, സൂപ്പർ മണം എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് തിന്നു രാവിലെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കാൻ തോന്നും. അപ്പോൾ ഞാനിത് ഫിനിഷ് ചെയ്യാം. നിങ്ങൾ വായിൽ വെള്ളം ഊറിക്കൊണ്ട് ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് ആലോചിച്ച് ഇന്ന് തന്നെ കായ മേടിച്ചുണ്ടാക്കണേ.